നമസ്കാരം. സിൽവർ ഫെദർ ടാരോട്ടിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ എനർജി എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്നോ അപ്പോൾ നിങ്ങൾക്കത് റെസനേറ്റ് ആവും. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവരുടെയും എനർജി ഇതിൽ വരും. നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ എനർജി എങ്ങനെയാണെന്ന് നോക്കാം. ഇന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. സിക്സ് ഓഫ് കപ്സ്, ടവർ, ഹെർമിറ്റ്, വേൾഡ്, പേജ് ഓഫ് പെന്റക്കിൾസ്, എംപറർ, വേൾഡ് കൺഫർമേഷനാണ്. ഏസ് ഓഫ് സോർഡ്സ്, പേജ് ഓഫ് സോർഡ്സ്, Ace of Cups, Nine of Pentacles, Ten of Pentacles, ഇത് കാണുന്ന കുറേ പേർക്ക് ഒരു നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ളൊരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കണം. ഇതിൽ പാസ്റ്റിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു പാസ്റ്റ്, അതിൽ സ്റ്റക്കായിരുന്നു നിങ്ങൾ. അതിൽ പെട്ടെന്ന് നിങ്ങൾക്കൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. നിങ്ങളൊട്ടും ഇഷ്ടപ്പെടാത്ത ഒരു ചേഞ്ചാണ്. നിങ്ങൾ വളരെ കംഫർട്ട് സോണിലായിരുന്നു പാസ്റ്റിൽ. അതിൽ നിന്ന് ആ നൊസ്റ്റാൾജിക് മെമ്മറി, അത് റിലേഷൻഷിപ്പായാലും ഫിനാൻസ് ആയാലും എന്ത് തന്നെ ആയാലും അതിൽ നിങ്ങൾ വളരെ സുഖമായി പോകുന്നൊരു സന്ദർഭത്തിലാണ് പെട്ടെന്ന് നിങ്ങളെ ആകെ പിടിച്ചുലയ്ക്കുന്ന ഒരു സംഭവം നടക്കുന്നത്. ആ സംഭവത്തോടു കൂടി നിങ്ങൾ അതുവരെ പിന്തുടർന്ന് പോന്നിരുന്ന ജീവിത രീതി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. നിങ്ങളുടെ ഇഷ്ടത്തോടു കൂടി സംഭവിച്ചതല്ല, അത് യൂണിവേഴ്സിൻ്റെ ഒരു നിശ്ചയമായിരുന്നു. അത് സംഭവിച്ചതോടു കൂടി നിങ്ങൾക്ക് ഒരു ആത്മീയമായ വളർച്ച ഉണ്ടായി. നിങ്ങളത് കൂടുതൽ സ്പിരിച്വലാവാൻ തുടങ്ങി. നിങ്ങൾ തന്നിലേക്ക് തിരിഞ്ഞു എന്ന് പറയില്ലേ, അതുപോലെ ആത്മവിചിന്തനം നടത്തി
സെൽഫ് ഗ്രോത്തിനുള്ള കാര്യങ്ങൾ ചെയ്തു. അതോടുകൂടി നിങ്ങളുടെ ഒരു സൈക്കിൾ എൻഡായതായിട്ടാണ് കാണുന്നത്. ഒരു കാർമിക് സൈക്കിൾ എൻഡായ പോലെ. വേൾഡ് കാർഡ് 2 പ്രാവശ്യം ഡബിൾ കൺഫർമേഷനാണ് വേൾഡ് കാർഡ് വന്നിട്ടുള്ളത്. ഒരു കംപ്ലീഷനാണത് കാണിക്കുന്നത്. ഒരു 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 സ്റ്റേജ്, നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സ്റ്റേജ് നിങ്ങൾക്ക് പൂർത്തിയായി. പക്ഷേ ഇത് അവസാനമല്ല, നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ് ഇനി വരാൻ പോകുന്നത്. ആ പുതിയ തുടക്കത്തിൽ പേജ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്, പേജ് ഓഫ് സ്വോർഡ്സ് വന്നിട്ടുണ്ട്, ഏസ് ഓഫ് സ്വോർഡ്സ് വന്നിട്ടുണ്ട്, ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട്, ഏസ് ഓഫ് കപ്സ്, ഏസ് ഓഫ് സ്വോർഡ്സും. ഏസ് ഓഫ് കപ്സ് പറയുന്നത് നിങ്ങൾക്ക് ചിലർക്ക് ഒരു പ്രണയബന്ധം തകർന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ്, വൈവാഹിക ബന്ധം തകർന്നതായിരിക്കാം. കുറേ നാളെ കൊണ്ട് നടന്നിരുന്ന ഒരു കംപ്ലീഷനിലെത്തും എന്ന് നിങ്ങൾ വിചാരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സംഭവങ്ങൾ അപ്പാടെ ഒരു സുപ്രഭാതത്തിലെല്ലാം തകർന്നടിയുകയാണ്. നിങ്ങളുടെ ചിലപ്പോൾ കരിയറായിരിക്കാം, ചിലപ്പോൾ പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് പെട്ടെന്ന് തകർന്നവരായിരിക്കും. നല്ല രീതിയിൽ പോയിരുന്ന കാര്യങ്ങൾ ബിസിനസ് പെട്ടെന്ന് തകർന്നു പോയവരായിരിക്കാം. നിങ്ങൾ അതിൻ്റെ പണ്ടത്തെ പഴയ കാലത്തിൻ്റെ സ്മരണകൾ കുരുങ്ങി കിടക്കുമായിരുന്നു. നിങ്ങൾ അതിൽ നിന്ന് പുറത്തൊരാഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് നിങ്ങൾക്ക് പുറത്തു വരാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത വിധത്തിൽ എന്തൊക്കെയോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അതോടുകൂടി നിങ്ങൾ നമ്മളൊരു അഡിക്റ്റഡായി നമ്മൾ ചിലരുണ്ട്, എന്തെങ്കിലും വിഷമം വരുമ്പോഴത്തേക്ക് ചില അഡിക്ഷൻ്റെ പിന്നാലെ പോകുന്നു. അതുപോലെ ഈ നൊസ്റ്റാൾജിക് മെമ്മറികൾ ഒരു തരത്തിലുള്ള അഡിക്ഷനാണ്. നമ്മൾ ആ ഒരു സുഖത്തിൽ കഴിഞ്ഞു പോയ കാലത്തിൻ്റെ സ്മൃതികളിൽ കുരുങ്ങിക്കിടന്ന്, ആ ഒരു നല്ല ഓർമ്മകളിൽ കുരുങ്ങിക്കിടന്ന് മുന്നോട്ട് പോവില്ല. അപ്പം നിങ്ങളെ പ്രപഞ്ചം മുന്നോട്ട് തള്ളി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഈ ടവർ മൊമെൻ്റ് വന്നതോടുകൂടി നിങ്ങൾക്ക് നിവൃത്തിയില്ലാണ്ടായി, നിങ്ങൾക്ക് മനസ്സിലായി അത് അവസാനിച്ചു. അപ്പോഴാണ് നിങ്ങൾ കൂടുതൽ തന്നെത്താൻ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിലെ ഒരു സ്റ്റേജ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഒരു സ്റ്റെപ്പ്, നമ്മൾ കുട്ടികൾ ഗെയിം കളിക്കുന്നത് കണ്ടിട്ടില്ലേ, ആ ഗെയിമിൻ്റെ ഒരു ലെവൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത ലെവലിലേക്കുള്ള സ്റ്റാർട്ടിംഗ് ആണ് നമുക്ക് കാണുന്നത്. ഇതാണ് ഇതിൽതാ ഇമോഷണൽ പേജ് ഓഫ് കപ്സ് ഇൻവേർട്ടഡ് വന്നിട്ടുണ്ട്, ഷാഡോ. അപ്പോൾ അത് തന്നെയാണ് കാണിക്കുന്നത്. പാസ്റ്റിലെ താഴെ തന്നെ വെച്ചിരിക്കുന്നത്, പാസ്റ്റിലെ ഇമോഷണലായിട്ടും നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, വൈകാരികമായ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പറഞ്ഞമാതിരി പ്രണയബന്ധം തകർന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ലോസ്, കുറേ നാളെ കൊണ്ട് നടന്നിരുന്ന ഒരു ബന്ധം നിങ്ങൾക്ക് തകർന്നിട്ടുണ്ട്, നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ചിലപ്പം മറ്റു മാതാപിതാക്കൾ നഷ്ടപ്പെട്ടതായിരിക്കാം കേട്ടോ. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ടവർ മൊമെൻ്റ് വന്ന് നിങ്ങൾക്ക് മുന്നോട്ട് ഇനി പോകാതിരിക്കാൻ നിവൃത്തിയില്ല. പ്രപഞ്ചം നിങ്ങളോട് പറയുകയാണ്, ശരിക്കും ആജ്ഞാപിക്കുകയാണ്, എണീക്കൂ പ്രവർത്തിക്കൂ എന്ന്. ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, എണീക്കൂ പ്രവർത്തിക്കൂ, മുന്നോട്ട് പോകൂ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നാളായി അതിൽ ഏസ് ഓഫ് സോഴ്സ്, നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയാസ് വരുന്നുണ്ട്. ഇമോഷണലി പേജ് ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട്. അത് ആദ്യം നിങ്ങൾ കുറച്ചും കൂടി ഇത് ഡെവലപ്പായി. ആദ്യം നിങ്ങളുടെ തലയിലൊരു എന്താ പറയുക, നിങ്ങളുടെ മനസ്സിലൊരു സ്പാർക്ക് പോലെ എന്തോ വന്നതാണ്, ഒരു പുതിയ വെളിച്ചം നിങ്ങൾക്ക് കടന്നു വന്നതാണ്. ഇപ്പം നിങ്ങളത് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത ഒരു സ്റ്റേജിലേക്ക് ആയിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും. സാമ്പത്തിക അഭിവൃദ്ധി പേജ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്, 9 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്, 10 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങളാണ്. ഫാമിലി ഹാപ്പിനെസ്, സൗഹൃദങ്ങൾ, പണം, ഐശ്വര്യങ്ങൾ, അങ്ങനെയെല്ലാം നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവുകയാണ്. ഫിനാൻഷ്യലി നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവുകയാണ്. അപ്പോൾ അതോടുകൂടി നിങ്ങളുടെ കയ്യിലാണ് കൺട്രോൾ വരുന്നത്. ഇതുവരെ മറ്റാരുടെയൊക്കെ നിയന്ത്രണത്തിലായിരുന്ന നിങ്ങൾ ആ കെട്ടുപാടുകളും ചങ്ങലകളും എല്ലാം പൊട്ടിച്ചെറിഞ്ഞ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലാണ് കൺട്രോൾ വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും വന്നു. നിങ്ങൾ പഴയ ആളെയല്ല, നിങ്ങളൊരു പുതിയ പാതയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. അതോടുകൂടി നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് പുതിയ തുടക്കങ്ങൾ വന്നു. സാമ്പത്തിക അഭിവൃദ്ധിയും സന്തോഷങ്ങളും നിങ്ങൾക്ക് പ്രോമിസ്ഡാണ്, അത് വരും. പക്ഷേ ഈ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകണം. അതാണ് പ്രപഞ്ചത്തിൻ്റെ അഡ്വൈസ്. ഇന്നത്തെ എനർജി അതാണ്.
നമ്മുടെ ഉള്ളിൽ മുന്നോട്ട് പോവുക. ഇതുവരെ കഴിഞ്ഞതൊക്കെ മറന്നു പോയേക്ക്, കഴിഞ്ഞതൊക്കെ പുറകിൽ തള്ളുക. നമ്മൾ അതിൽ നിന്ന് വിലപ്പെട്ട പല പാഠങ്ങളും പഠിച്ചിട്ടുണ്ട്, പല ജീവിതാനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് എന്ത് വേണം, നമ്മൾ വളർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കണം. അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് നല്ലതേ വരാൻ പോകുന്നുള്ളൂ. അത് പ്രപഞ്ചം നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. നമുക്ക് യൂണിക്കോൺ കാർഡ്സ് കൂടി എടുത്ത് നോക്കാം. യൂണിക്കോൺ എന്താ പറയുന്നത്? Open the door to kingdom of heaven. നമുക്ക് ഹെർമിറ്റ് എനർജി നേരത്തെ കിട്ടിയതാണ്. അപ്പോൾ ആത്മീയമായ നിങ്ങളുടെ വളർച്ചയിലൂടെ ഭൗതികമായ പുരോഗതി, അതാണ് യൂണിവേഴ്സ് സൂചന തരുന്നത്. ഫോക്കസ് ഓൺ എ വിഷൻ ബിയോണ്ട് യുവർ സെൽഫ് ആൻഡ് യുവർ യൂണിക്കോൺ വിൽ ഹെൽപ്പ് യു. മാനിഫെസ്റ്റേഷനാണ് പറയുന്നത്. അതായത് നമ്മളെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും വലിയൊരു ഗോൾ സെറ്റ് ചെയ്യണം. ലോ ഓഫ് അട്രാക്ഷനൊക്കെ പറയുന്നത് അതാണ്. വലിയൊരു ഗോൾ സെറ്റ് ചെയ്യണം. നിങ്ങൾക്കത് നടന്നു, സാധിച്ചു ജീവിതത്തിൽ എന്നുള്ള രീതിയിൽ നമ്മളൊരു വിശ്വാസത്തോടു കൂടി നമ്മളിരിക്കണം. ആദ്യൊരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യണം, അത് വിഷ്വലൈസ് ചെയ്യണം, അത് നടന്നു കഴിഞ്ഞതായി വിഷ്വലൈസ് ചെയ്യണം. അതിന് പല മെത്തഡുകളുണ്ട് ലോ ഓഫ് അട്രാക്ഷനിൽ. ഇപ്പോൾ ബിസിനസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ചെറിയൊരു ബിസിനസ്സാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ വളരെ വിപുലമായ ഒരു ബിസിനസ്സിൻ്റെ ഉടമസ്ഥനായി, അല്ലെങ്കിൽ വീടില്ലാത്തവരാണെങ്കിൽ നിങ്ങളൊരു നല്ലൊരു 2 നില കെട്ടിടം വീട് വെച്ചു, അതിൽ ഫാമിലിയോടുകൂടി സുഖമായി ജീവിക്കുന്നു. ഇതെന്ന് രാവിലെ ഉണരുമ്പോഴും രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും മനസ്സിൽ ധ്യാനിച്ച് കിടക്കുക. മൂവിങ് ചേഞ്ച് ഈസ് ഹാപ്പനിങ്, സോ ബി പ്രിപ്പയർഡ് ടു മൂവ് ഫിസിക്കലി ഓർ സ്പിരിച്വാലിറ്റി. ഇതന്നെയാണ് പറയുന്നത്. നിങ്ങൾക്കൊരു ട്രാൻസ്ഫർമേഷൻ വരുന്നുണ്ട്. മുന്നത്തെ കാർഡുകളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കൂടുതൽ എനിക്കൊരു സ്പിരിച്വാലിറ്റിയിലൂടെയുള്ള നിങ്ങളുടെ യാത്രയാണ് കാണിക്കുന്നത്. ജീസസ് ക്രൈസ്റ്റിൻ്റെ കാർഡും വന്നിട്ടുണ്ടല്ലോ, അത് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ സ്പിരിച്വാലിറ്റി മാത്രമല്ല, നമുക്ക് നേരത്തെ ഹെർമിറ്റും വന്നു, 9 ഓഫ് പെൻറ്റക്കിൾസ്, 10 ഓഫ് പെൻറ്റക്കിൾസ്, പേജ് ഓഫ് പെൻറ്റക്കിൾസ് എല്ലാം വന്നു. ഈ സ്പിരിച്വാലിറ്റി പാത്തിലൂടെ പോകുന്നതിലൂടെ നിങ്ങൾക്ക് മെറ്റീരിയൽ അഭിവൃദ്ധിയും കൂടി വരുന്നുണ്ട്. സന്യാസിയെ പോലെ എല്ലാം വിരക്തിയായി, എല്ലാത്തിനോട് വിരക്തിയായി എല്ലാം ഉപേക്ഷിച്ച് പോകാനല്ല നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ സ്പിരിച്വാലിറ്റിയുടെ വെളിച്ചം കടന്നു വരാൻ അനുവദിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നെഗറ്റീവ്സും എല്ലാ ഇരുട്ടും അതോടുകൂടി പോകും. നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിയുടെ വെളിച്ചം കടന്നു വരും. ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ ഗുഡ് ബൈ. താങ്ക് യു.